നീതിമാൻ പനപോലെ തഴയ്ക്കും, ലബാനോ ദേവദാരു പോലെ അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. ഞാൻ നിൽക്കുന്നത് ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അത് മുമ്പും മരുഭൂമിയിലാണ്. ചിലപ്പോൾ വെള്ളമൊഴിക്കാനോ വളരുവാനോ സംരക്ഷിക്കാനോ ആരും കാണത്തില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ട് പനയോടുകൂടെ നീതിമാനെ ഉപമിക്കുവാൻ കാരണം ദൈവത്തിനറിയാം, പനയെ ആരും ശ്രദ്ധിക്കത്തില്ല, പനയ്ക്ക് ആരും പരിപാലനം കൊടുക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ജീവിക്കുന്നവരെയും ആരും ശ്രദ്ധിക്കത്തില്ല. ദേശക്കാര് ശ്രദ്ധിക്കത്തില്ല, ചാർച്ചക്കാര് ശ്രദ്ധിക്കത്തില്ല, പിതൃ പാരമ്പര്യക്കാർ ശ്രദ്ധിക്കത്തില്ല, ആരും നമ്മെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പനിക്ക് വേണ്ടിയുള്ള ഊർജസ്സും തേജസ്സും കൊടുക്കാൻ ഒരിക്കലും വെള്ളവും ഒക്കെ ആ മണ്ണിനടിയിൽ കർത്താവ് കല്ലിരിച്ചിരിക്കുന്നത് പോലെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോയി ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രക്കഥകളെ ഇരുമ്പോടാമലെ കണ്ണിക്കും ഇരുട്ടിലുള്ള നിക്ഷേപങ്ങളും മറവ് ബുദ്ധന്തികളും ദൈവം നീതിമാന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ പറയാം, നീതിമാനെ, പ്രാർത്ഥിക്കുന്ന മാതാവ്, പിതാവെ, സഹോദര, പാസ്റ്റർ, കൂട്ടു ശുശ്രൂഷന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളെ താങ്ങുവാനും പരിപാലിക്കാനും ആരും വേണ്ട. പക്ഷേ പരിപാലിക്കാൻ ഏറ്റവും ഉയർച്ചയുടെ പടവ് ചവിട്ടിക്കടത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. നന്നായിട്ട് ജീവിക്കാൻ നോക്കണം. കർത്താവിൻ്റെ അത്ഭുതം കാണാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.